ശിരൂരിലെ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറയത്ത് കിടക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക മറ്റൊരു ദുരന്തമാണ്. 2019 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തം. 59 ജീവൻ പൊലിഞ്ഞ അവിടെ കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് 11 പേർ. 5 വർഷങ്ങൾക്കിപ്പുറം പോലും ഈ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ പൊള്ളിക്കുന്നതാണ്. 2019 ഓഗസ്റ്റ് 8 നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവയ്ക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ശിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ വയ്ക്കുമ്പോൾ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലാവാൻ പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകണം. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കൊറേയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരും ഇല്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്താൽ അന്ത്യാലും പോലെ കാണും പൊന്തേക്കെ നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എന്റെ ആളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു 4 കുട്ടികളും എടുത്താളേയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിങ്ങോട്ട് എവിടെ കയറിയതേന്നു എന്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ ഇവരന്ത്യോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നതും ഒക്കെ? അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ ഒന്നുള്ളൊരു 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല, പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. കുറച്ചും കൂടി തെരയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്തു പറയണ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ അത് എനിക്ക് സർക്കാർ ചെയ്യി തന്നെ. എന്റെ ഈ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിന്റെ അതിജീവനവും ഒക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരുന്നതും. ഇതിലിപ്പോ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടനെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവനും അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവരെ ബോഡി ഇപ്പോഴും കിട്ടാനുള്ളത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്.
അത് അന്ന് തെരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ആ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിന്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു. നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ച അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാനല്ല, ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണുന്ന എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതിയാണ്, എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിൽ തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചിൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പന്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയില്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിപ്പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഓരോ വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിന്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. 16 പേര് പോയി. 11 പേരെ കാണാനില്ല ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പൊ കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അന്ന് അവര് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ഗ്രഹിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവര്. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന് നിർത്താൻ? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരാനെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാരെ? കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? എല്ലാവരും ആ ദിവസം പോകും. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല പാകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതില് ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവര്? അളിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. 15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.